ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇൻട്രോ വീഡിയോ വളരെ ഹാർട്ട് ടച്ചിങ് ആണ് അല്ലേ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഈ കുഞ്ഞുമക്കളുടെ തിക്കും തിരക്കും നമുക്ക് ആലോചിക്കാനാവുന്നുണ്ടോ? വിഭവ സമൃദ്ധമായി നോമ്പുതുറ ഒരുക്കിയിരിക്കുന്ന നമുക്ക് ചുറ്റും ഇങ്ങനെയും ചില കാഴ്ചകളുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം മതി. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഈ ഫുഡ് ഓൺ വീൽസിനെ കുറിച്ചിട്ട് അറിയണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ അവരുടെ നമ്പർ വാങ്ങി ഡയറക്റ്റ് അവരുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അവർ ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹിയിലെ ശ്രം വിഹാറിൽ തെരുവുകളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഫുഡ് ഓൺ വീൽസ് ലൈഫ് സ്കൂളാണിത്. വിദ്യാഭ്യാസം സ്വപ്നം പോലുമല്ലാതിരുന്ന ഈ കുട്ടികളെയാണ് നാം സ്കൂളിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ സ്കൂളിലേക്കൊരു വാട്ടർ ഡിസ്പെൻസർ വേണം. കുട്ടികൾക്ക് ശുദ്ധജല സംവിധാനം ഒരുക്കണം. ഏറ്റെടുക്കുമല്ലോ. ദാരിദ്ര്യവും മഹാമാരിയും സ്കൂളുകളിൽ നിന്നും അകറ്റിയ ഉത്തരേന്ത്യയിലെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഇവർ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ത്വയ്ബ ഹെറിറ്റേജ് എന്ന സംഘടനയുടേതാണ് ഈ ഒരു പദ്ധതി. ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹൈജീനിക്കായ ഭക്ഷണവും വിദ്യാഭ്യാസവും കൊടുക്കുക എന്നുള്ളതാണ് ഫുഡ് ഓൺ വീൽസ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഈ വിശുദ്ധ റമദാനില് ഈ കുഞ്ഞു കൈകളിലേക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണമെങ്കിലും എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എന്തൊരു ഫംഗ്ഷൻ ആയാലും, ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം ഈ കുഞ്ഞുങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് അവരെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യണം. നിങ്ങളൊക്കെ ഉണ്ടാകുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.